ଲୋକମାନେ ଏମାନଙ୍କୁ ଭଗାଅ ଏମାନଙ୍କୁ କିଏ କହୁଛୁ ଆସିକି ବୋମିଂ କରିଦେଇ ପଳେଇବେ। ଭଗାଅ ଏମାନଙ୍କୁ, ଏମାନଙ୍କର ଆଧାର ନାହିଁ, ଜାତି ଗୋତ୍ର ଠିକ ନାହିଁ। ଆମ ପୁରୀରେ ଆମେ ପଶିବା ପାଇଁ ଦେବୁନି। ଏ ଜଗନ୍ନାଥ ପୁରା କ୍ଲିନ୍ ରହିବ। ଆଉ ତମେ ବିକିବାର ଅଛି ଜଗନ୍ନାଥ ଜିନିଷ ବିକ, ୟାକୁ କଣ ଧରିକି ଆସିବ ତମେ? ക്രിസ്ത്യൻ പള്ളിയിൽ കയറി മതപരിവർത്തനം ആരോപിച്ച് കാഴ്ച വൈകല്യമുള്ള സ്ത്രീയെ അടക്കം ഉപദ്രവിക്കുന്നവരുടെ പേര് അഞ്ജു ഭാർഗവ എന്നാണ് കേട്ടോ. സദാ ലോക്കൽ സംഗിണി ഒന്നുമല്ല ഈ സ്ത്രീ. മധ്യപ്രദേശ് ജബൽപൂരിലെ BJP ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഹിന്ദു രക്ഷാ ദൾ എന്ന തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾക്കൊപ്പം പള്ളിയിൽ അതിക്രമിച്ച് കയറി പോലീസിന്റെ സാന്നിധ്യത്തിൽ ആണ് ഈ താടക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കാസയും ക്രിസംഗവും തങ്ങളുടെ ചങ്ങാതികളായിട്ടുള്ള സംഘികളുടെ ആ ഭാവത്തെ ഉപദ്രവിക്കരുതെന്ന് പറയണം. സമയമാം രഥത്തിൽ നാം സ്വർഗയാത്ര ചെയ്യുന്നു. നമ്മുടെ ക്രിസംഗികളുടെ അവസ്ഥ കേട്ടപ്പോൾ ഇതിവിടെ മാത്രമല്ല, നമ്മൾ പണ്ട് നിങ്ങളങ്ങ് UP-യിലോട്ട് നോക്കൂ, നിങ്ങളങ്ങ് ബംഗാളല്ല അതായത് നിങ്ങളങ്ങ് ബീഹാറിലോട്ട് നോക്കൂ, നിങ്ങളങ്ങ് രാജസ്ഥാനിലോട്ട് നോക്കൂ, നിങ്ങളങ്ങ് അസ്സാമിലോട്ട് നോക്കൂ, നിങ്ങളങ്ങ് ഛത്തീസ്ഗഡിലോട്ട് നോക്കൂ. ഇനി അതൊന്നും വേണ്ട, നിങ്ങളങ്ങ് കേരളത്തിലോട്ട് പാലക്കാട്ടേക്ക് നോക്കൂ, നിങ്ങളങ്ങ് തിരുവനന്തപുരത്തേക്ക് നോക്കുക. അതെന്താ പാലക്കാടും തിരുവനന്തപുരം മാത്രമായിരിക്കും അല്ലേ? പാലക്കാടാണല്ലോ നമ്മുടെ സംഘശക്തി ഇച്ചിരി കൂടി നിൽക്കുന്നത് അല്ലേ. അതായത് സംഘപരിവാണങ്ങൾ ഏറ്റവും തോന്നുള്ള ഒന്ന് പാലക്കാടാണ്, പിന്നെ ഏറ്റവും തോന്നുള്ള ഒന്ന് തിരുവനന്തപുരത്തുമാണ്. പിന്നെ തൃശ്ശൂരുണ്ട്, ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഒരു കേക്ക് കൊടുത്തതിൻ്റെ പേരിലെ അണ്ണാക്കിൽ അടി കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ തൃശ്ശൂരപ്പനെ കയറ്റി അങ്ങോട്ട് വിട്ടിട്ടിരുന്നില്ല നമ്മൾ പാർലമെന്റിലോട്ട്. അതിനുശേഷം അവിടുത്തെ ആൾക്കാർ ചെറിയ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തൃശ്ശൂർ ഇപ്രാവശ്യം ഈ വാണങ്ങൾക്ക് വേണ്ട പോലെ വാണടിക്കുള്ള പരിപാടിക്ക് സമയം കിട്ടിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെയും ഇവിടെയും തിരിച്ചും മറിച്ചും ഒക്കെ അടിയോടിയാണ്. നമ്മുടെ കേരളത്തിൽ നോക്കൂ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, കോർപ്പറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്തിലെ. എന്നിട്ട് നമ്മൾ എന്തേ കണ്ടത്? കോർപ്പറേഷൻ ജയിച്ച് അടുത്ത ദിവസം തന്നെ തപാൽ വകുപ്പിൽ RSS കൊണഗീതം വേണം കരോളുടെ കൂടെ എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്തു. അതവിടെ നിൽക്കട്ടെ, വേറെ പറയണ്ട്. ഇന്നലെ പാലക്കാട് നമുക്കറിയാം അല്ലേ, കരോളെന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ ഒരു പരിപാടി അവതരിപ്പിച്ചപ്പം അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ചെണ്ട പൊട്ടിച്ചു, അവരെ ഉപദ്രവിച്ചു. ഈ ശാഖയിലെ ഗുണ്ടന്മാർ വല്ലാണ് ആ പിള്ളേരെ വേറെ വല്ലതൊക്കെ ചെയ്തതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടോ പോലീസുകാരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. നല്ല ശാഖയിലെ നമുക്കറിയാലോ, ശാഖയിലെ ഗുണ്ടനടിയുടെ എല്ലാ കഥകളും, അതുകൊണ്ട് പറഞ്ഞത്. അപ്പം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കരോളിനായി പോയപ്പോൾ ഞങ്ങളുടെ ബാൻഡിലെ CPM പറഞ്ഞ ബോർഡ് കണ്ടിട്ട് ഞങ്ങളെ സ്ഥലത്ത് കൊണ്ടുപോയി പൈസ തരാണ്ട് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങളെ തല്ലി. ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ചിട്ട് ഓടി. അവർ ഞങ്ങളുടെ ബാൻഡൊക്കെ തല്ലി. ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ RSS ആക്രമണം. പാലക്കാട് പുതുശ്ശേരി കാളാണ്ടിത്തറയിൽ രാത്രി 8:30യോടെയായിരുന്നു ആക്രമണം. കരോളിനായി പോവുകയായിരുന്ന 8-അംഗ സംഘത്തെ പണം നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. കരോളിനായി കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ ഡ്രമായിരുന്നു. ഇതാണ് പ്രകോപന കാരണം. അപ്പോൾ പാലക്കാട് ഇതാ സംഭവിച്ചത്. എന്താ, പാലക്കാടാണല്ലോ നമ്മുടെ കൊടി കൊട്ടിയ കുണ്ടനടക്കമുള്ള എല്ലാ സകല ടീമും ഉള്ളത്. ഇപ്രാവശ്യം സീറ്റ് കുറച്ച്, അല്ലെങ്കിൽ 28 24 സീറ്റ് ആയിട്ടുണ്ടെങ്കിലും എന്നാലും ഇപ്പോഴും ഒരു മുൻതൂക്കം ഇച്ചിരി എന്താ പറയുക, ചാണകം പൂണ്ട സംഖ്യകൾ ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം അവിടെ പൊട്ടി. രണ്ടാമത് വീണ്ടും തിരുവനന്തപുരത്ത്, അതായത് തിരുവനന്തപുരത്ത് ഏതാണ് ആറ്റുകാലിലെ ചിന്മയ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയെ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്താ, ക്രിസ്മസ് പരിപാടി നടത്തി കഴിഞ്ഞാൽ ചങ്കി കോപിക്കും, ചങ്കി കോപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കോപിക്കും, ഇന്ത്യ കോപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കികളുടെ ദൈവം കോപിക്കും എന്നാണ് പറഞ്ഞത്. ഈ തങ്ങളുടെ ദൈവം ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അത് ഈ ദൈവം കണ്ടോ, കഴുത്തിൽ വരെ ദൈവത്തിനെ കൊണ്ട് നടക്കുന്ന മഹാനുഭാവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഇന്ത്യയിലുള്ളത്. ഇയാളൊക്കെ ദൈവം നടക്കുന്ന ചങ്കികളോട് പിന്നെ വേദോദിട്ട് വല്ല കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പം ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു സംഭവം എടുത്തരാം എനിക്ക്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ 2 പറഞ്ഞ്, ഉത്തരേന്ത്യയിൽ കണ്ടിന്യൂസ്ലി നടക്കുന്ന, ഉത്തരേന്ത്യയിലെ പലയിടത്തും ഈ ബജ്രംഗദൾ പ്രവർത്തകർ ഈ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് ഡൽഹി മുതൽ തുടങ്ങുകയാണ് ഈ പരിപാടി. അങ്ങനെ ഡൽഹിയിലെ ബദൽപൂരിലെ മാർക്കറ്റിൽ സാന്താക്ലോസിന്റെ തൊപ്പി അണിഞ്ഞെത്തിയ സ്ത്രീകളെ ബജ്രംഗദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. ഇത്തരം ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതിയായിരുന്നുവെന്ന് ഭീഷണി. സത്യമാണ്. നിങ്ങൾക്ക് വല്ല ശാഖയിൽ പോയാൽ നല്ല കുണ്ടനടിച്ചിരുന്നൂടെ? ഈ വേറെ പരിപാടിക്ക് വല്ല ഇറങ്ങണോ അല്ലേ?
പിന്നെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്മസ് ഉച്ചഭക്ഷണ പരിപാടി ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു. പിന്നെ വാഹാബാഗ് കോളേജിന് സമീപത്ത് കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി ആണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സ്കൂൾ അധികൃതരുടെ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു എന്ന് ആരോപിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പരിപാടി നിർത്തിവെച്ചത്. മതപരിവർത്തനാണോ വേശ്യാവൃത്തിക്കാണോ വന്നത് എന്ന് കുട്ടികളോട് BJP നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അടിപൊളിയാണല്ലോ. പിന്നെ അടുത്തത് ഹരിദ്വാറിലും ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കി. ഹരിദ്വാറിലെ ഗംഗാ തീരത്തുള്ള ഊപ്പി ടൂറിസം വകുപ്പിന്റെ ഹോട്ടലിൽ നടത്താനിരുന്ന ക്രിസ്മസ് പരിപാടിയിൽ കംപ്ലീറ്റ്ലി റദ്ദാക്കി. അവർ റദ്ദാക്കിയില്ലെങ്കിൽ പശുമ്പന്റെ മക്കൾ വന്നിട്ട് ചാണിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഗംഗാ സഭ എന്ന പുരോഹിത സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഓക്കെ, ആയിക്കോട്ടെ. ആഘോഷം ഹിന്ദു വിരുദ്ധമാണെന്നാണ് ആരോപണം. കുട്ടികൾക്കായുള്ള കളികൾ മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കിയെങ്കിലും എക്സ്പീരിയൻസ് ക്രിസ്മസ് എന്ന പേരിൽ 24 പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഓക്കെ, ആ പരിപാടി നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ക്രിസ്മസ് അവധി, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ക്രിസ്മസ് അവധി റദ്ദാക്കിയത് 25 വിദ്യാലയങ്ങൾ പ്രവർത്തിപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. അന്നേ ദിവസം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നിർദ്ദേശം. സത്യത്തിൽ ആ പാവത്തിന് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ വല്ല മോദിയുടെ വല്ല എന്താ പറയുക 50 അല്ലെങ്കിൽ 60 70 ഒക്കെ നിങ്ങൾ ഷഷ്ടി പൂർത്തിയൊക്കെ അങ്ങ് ആഘോഷിച്ചൂടെ? എന്തിനാ വെറുതെ ഈ പാവപ്പെട്ട വാജ്പേയിൻ്റെ പേര് അതിലെടുത്തിരുന്നത്? അല്ലെങ്കിൽ യോഗിജിക്ക് പ്രായപൂർത്തിയായ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊക്കെ നടത്ത്. യോഗിജിക്ക് പ്രായപൂർത്തിയായ ദിവസം അല്ലെങ്കിൽ മോദിജിക്ക് പ്രായപൂർത്തിയായ ദിവസം, ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെ കൊഴുക്കണം നമ്മൾ. അപ്പം ഇപ്പം വായിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് പരിപാടികൾ എങ്ങനെ അലങ്കോലമാക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ ഷോട്ടപ്പുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചങ്കിക്കൂട്ടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾ വേറൊരു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏതായിരുന്നു അത്? നമ്മുടെ ഒഡീഷയിലല്ലായിരുന്നു ആ ഒരു വീഡിയോ വന്നിരുന്നത്? ഒഡീഷയിൽ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പാപ്പൻ്റെ മറ്റേ മുഖംമൂടിയും ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് വെച്ച് നടന്ന ഒരു സ്ഥലത്ത് ഇതേപോലത്തെ കുറച്ച് പരിമാണങ്ങൾ വന്നിട്ട് പറഞ്ഞു പോയിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ വീഡിയോ अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले. कलेक्टर पाकून आले लोकल आईएसी वीडियो एमाने दी बोसी पारिबे. तुम्हें हमें बड़ दांडारे जगन्नाथ देशरे आछि कि ये कोन बिकुछ है? जगन्नाथ देशरे आछि कि कोन क्रिश्चियन लोग किलो निकले वो ये बोला वो कहां पर परमिशन नहीं, कहां पर कोन परमिशन लेकर आछि जितना मैं बोसी पारिबो नहीं आओ. गरीब आदमी जगन्नाथ का बेच, गरीब आदमी जगन्नाथ का बेच, इधर का नहीं चलेगा. भगवान का पिन नहीं आधार कार्ड नहीं चाहिए, सब निपटा चलो. ये मतलब हिंदू है ना, हिंदू है ना, हिंदू है तो ये कैसे कर रहे हो? परमिशन कहाँ है? तो किसी को पूछ के बेचा इधर? कहीं से भी आके बेच जाओगे? अरे ये नहीं बेच सकते आप. ये जगन्नाथ कैसे जगन्नाथ चलेगा? ये सब नहीं चलेगा इधर. इसको तुरंत भर्ती करो, भागो. तुरंत भर्ती करो, भागो. हिंदू है ना, हिंदू होता है क्यों बेच रहे हो? अरे नहीं चाहिए ना, बेचो. गुजराती में तो नहीं करो. इसको छोड़ के और कुछ कर सकते हो नहीं? बस तो हिंदुओं की इसको कैसे बेच रहे हो? नहीं वो बात नहीं मैं बोल रहा हूँ. हमको उससे कोई मतलब नहीं. जगन्नाथ देश में नहीं चलेगा. आप बाहर से आके कोई परमिशन नहीं, इधर बैठ के ये क्रिश्चियन चीज बेचोगे नहीं. हम हिंदू हम नहीं नहीं करेंगे. नहीं आप परमिशन लेके आओ बेचो, हमें कोई दिक्कत नहीं है. तुम्हारे पास परमिशन लेके कहीं किधर जाएगा, इधर से ब्लास्टिंग हो जाएगा, क्या कौन देखेगा? नहीं करेंगे. ये भर्ती करो तुरंत. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്നത്തെ 1 2 ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ തട്ടിത്തടഞ്ഞ് ഇങ്ങോട്ടൊക്കെ നമ്മുടെ അകലോട്ടൊക്കെ എത്തുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് വരാം. ഈ ഉത്തരേന്ത്യയിൽ ഈ പരിവാണങ്ങൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും അവസ്ഥ ഇതാണ്. അപ്പം ഇത് അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ സർക്കാരിനോട് വെച്ച് പറഞ്ഞു അത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെല്ലാം വരും. അയ്യോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, ഞങ്ങൾ എപ്പോഴും കേക്ക് കൊടുക്കാനും കരോൾ നടക്കാറല്ലോ, ഇങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ അറിയില്ല എന്ന് വരും. അപ്പം പിന്നെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ, ഞങ്ങളുടെയൊക്കെ മൂടും താങ്ങി നടക്കുന്ന വെറും ഈ പറഞ്ഞ ചാണക പുഴുക്കളല്ലേ. ഈ പുഴുക്കളെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതവിടെ നടക്കാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും വരാം. നമ്മുടെ കേരളത്തിൽ അതേ അവസ്ഥയിലോട്ട് വന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ? അതാണ് നിങ്ങൾ എവിടെയൊക്കെ ഈ പറഞ്ഞ പറയുവാണങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അടുപ്പിച്ചത് നിങ്ങൾക്ക് കിട്ടി. തിരുവനന്തപുരത്താണ്, അതായത് ഈ പറഞ്ഞ സ്ഥലത്ത് ഈ തപാൽ വകുപ്പിന്റെ പ്രശ്നം ഉണ്ടായത്. പിന്നെ ചിന്മയ പോലത്തെ തിരുവനന്തപുരത്ത് സ്കൂളുകളിലെ പരിപാടി ക്യാൻസൽ ചെയ്തത്. പിന്നെ ഈ 2 പരിപാടികളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒന്ന് കൊടുത്തത് പാലക്കാടായിരുന്നു ഇച്ചിരി ചാണകം ചവിട്ടിയ ചാണകമണമുള്ള ചങ്കികൾ ജീവിച്ചിരിക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് പണി കിട്ടി. പിള്ളേർ പരിപാടി അവതരിപ്പിച്ച് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ
നിങ്ങൾ ഈ വക ചെറ്റകൾ അടുപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഞ്ചായത്തും നിങ്ങൾ കോർപ്പറേഷനും ഇപ്പോൾ കൊടുത്തപ്പോൾ തന്നെ ഈ പരിപാടി ഈ നായിൻ്റെ മക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു MLA ഒരു MP സ്ഥാനം കൊടുത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം ഈ പറഞ്ഞ ഭരണം കൊടുത്ത് കേരളം ബഹുമാരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഇപ്പം എന്താ പറയുക, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാമനെ വിളിച്ചില്ലേ പ്രശ്നം, സീതനെ വിളിച്ചില്ലേ പ്രശ്നം, ബീഫ് കൊണ്ടുപോയ പ്രശ്നം, കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പ്രശ്നം, തിന്നാ പ്രശ്നം, തിന്നില്ലേ പ്രശ്നം, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതേപോലെ സകല ചങ്കിക്കൂട്ടങ്ങൾക്കും ഇതേ അവസ്ഥ വരും. കേരളത്തിൽ ഹല്ലേലൂയ പാടില്ല, അതല്ലെങ്കിൽ കേരളത്തിൽ പള്ളി പാടില്ല, മണിയടി പാടില്ല, ബാങ്ക് പാടില്ല എന്ന് പറഞ്ഞ പോലെ മണിയടിക്കാൻ പാടില്ല, കുർബാന പാടില്ല. പകരം നിങ്ങൾ വല്ല കൊണഗീതം പഠിക്കൂ, അല്ലെ ജയ് ശ്രീറാം വിളിച്ചോ, അല്ലെ ജയ് ഹനുമാൻ വിളിച്ചോ, അല്ലെങ്കിൽ ജയ് വാനര വിളിച്ചോ. കൊരങ്ങനും വാനരനും ഒക്കെ ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അതിലാരെങ്കിലും ഒക്കെ വിളിച്ചോളാം നിങ്ങളോട് അങ്ങോട്ട് പറയും. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, ഈ ഒരു ഗ്രൂപ്പിനെ ചങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുവാണങ്ങളെ, സംഘ പറയുവാണങ്ങൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഒരു മതവും കാണിക്കില്ല, അവൻ ഒരു ഇതും കാണിക്കില്ല. ആദ്യം അവൻ മുസ്ലിമിനൊതുക്കും, അവൻ ക്രിസ്ത്യാനിനൊതുക്കും, സകല താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതന്മാരെയും അല്ലെ പാവപ്പെട്ട സകല താഴ്ന്ന ജാതിക്കാരെയും അവൻ ഒതുക്കും. അവൻ നിങ്ങളൊക്കെ ഊറ്റി കുടിച്ചിട്ട് അവൻ പവറിൽ RSSന്റെ അജണ്ട തന്നെ എന്താണെന്ന് അറിയോ? പവർ വേണം അവർക്ക് പവർ വേണം. പവറിന് അവർ മതത്തിനെ മുൻനിർത്തി അവർ പവർ വാങ്ങും, അവർ പൈസ ഉണ്ടാക്കും. അതിൻ്റെ മേലോട്ട് മതം വന്നു കഴിഞ്ഞാൽ അവർ ആ മതത്തിനെ അവർ തള്ളും. അത് ഹിന്ദു ആണെങ്കിലും വേണ്ടില്ല, ക്രിസ്ത്യൻ ആണെങ്കിലും വേണ്ടില്ല, മുസ്ലിം ആണെങ്കിലും വേണ്ടില്ല. പവറും പൈസയും ഉള്ളിടത്ത് RSS ഷൂ നക്കിയിട്ടാണെങ്കിലും ചെറ്റത്തരം കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ അവരുടെ ആസ്ഥാനത്തിൻ്റെ അടുത്ത് തന്നെയുള്ള 1400 വർഷം പഴക്കമുള്ള അമ്പലം പൊളിച്ച് അവിടെ അവർ പാർക്കിംഗ് ഉണ്ടാക്കിയത്. അവിടെ അപ്പം ദൈവമല്ല, അവർക്ക് അവിടെ എന്താ, അവിടെ പവർ വേണം. അവരുടെ ഓഫീസ് അവിടെ ഉണ്ട്, അവരുടെ കാര്യാലയം അവിടെ ഉണ്ട്, അവർക്ക് അവിടെ പവർ വേണം, അവർക്കവിടെ വണ്ടി കയറ്റണം. അതിനവർ ഒന്നും നോക്കാണ്ട് പരിപാടിക്കും. സൂക്ഷിച്ചു വെച്ചോ, മനസ്സിൽ വെച്ചോ. നിങ്ങൾ ഇവന്മാർ അടുപ്പിക്കും തോറും നിൻ്റെ ഒക്കെ അണ്ണാക്കിൽ ഇവന്മാർ ചാണ കെട്ടരും. അത് മിണുങ്ങി ജീവിക്കേണ്ടി വരും നീയൊക്കെ.